ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് SSC GD വഴി എങ്ങനെ BSF, CISF, CRPF തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെലക്ഷൻ പ്രോസസ്, ഏജ് ലിമിറ്റ് തുടങ്ങി നിങ്ങൾ അറിയേണ്ട എല്ലാ വിവരങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഡോണ്ട് സ്കിപ്പ് ദ വീഡിയോ. നമുക്ക് നേരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സെഷനിലേക്ക് പോകാം. ഹൗ ടു ജോയിൻ BSF, CISF, CRPF ത്രൂ SSC GD. വൺ ബൈ വൺ ആയിട്ട് പോയിന്റ്സ് നോക്കാം. SSC GD എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. ഈ ഒരു എക്സാമിനേഷൻ വഴി നിങ്ങൾക്ക് BSF, CISF, CRPF തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് മാത്രമല്ല ITBP, SSB, SSF, NCB ആൻഡ് ആസാം റൈഫിൾസ് ആസ് എ കോൺസ്റ്റബിൾ തുടങ്ങി ഒട്ടനവധി പോസ്റ്റുകളിലേക്കായിരിക്കും SSC GD വഴി നിങ്ങൾക്ക് എൻട്രി ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനി നോക്കാം. അതിനു മുന്നേ SSCയുടെ മെറിറ്റ് ലിസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ പോസ്റ്റ് നിർണ്ണയിക്കപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. നമുക്കിനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡിസ്കസ് ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th പാസ് ആയിരിക്കണം. അപ്പം 10th പാസ് അഥവാ മെട്രിക്കുലേഷൻ പാസ്സായ ഏതൊരു കാൻഡിഡേറ്റിനും SSC GD എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നാഷണാലിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ. ഏജ് റിലാക്സേഷൻ ഉള്ള കാറ്റഗറീസ് ഉണ്ട്. അതായത് OBC, SC, ST തുടങ്ങിയ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. OBC ആണെങ്കിൽ 3 വർഷവും അതോടൊപ്പം തന്നെ SC, ST കാറ്റഗറി ആണെങ്കിൽ 5 വർഷവും ഇളവ് ലഭിക്കുന്നുണ്ട്. എക്സ് സർവീസ് മെൻ ആണെങ്കിൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന റൂൾസ് പ്രകാരമായിരിക്കും ഏജ് റിലാക്സേഷൻ ലഭിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. തീർച്ചയായിട്ടും SSC GDയുടെ എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ക്ലിയർ ചെയ്യണം. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡിനകത്ത് നമുക്ക് ഹൈറ്റ് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഹൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 സെൻറ്റിമീറ്റർ ആണ് മിനിമം ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റണ്ണിങ് നമുക്ക് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിന് 24 മിനിറ്റ്സ് അതായത് 24 മിനിറ്റ് കൊണ്ട് 5 കിലോമീറ്റർ റണ്ണിങ് പൂർത്തിയാക്കണം. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 8.5 മിനിറ്റ് കൊണ്ടാണ് 1.6 കിലോമീറ്റർ റണ്ണിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും മെയിൽ കാൻഡിഡേറ്റ്സിനും വെവ്വേറെ ആയിട്ടാണ് ടൈമിംഗ് ആയാലും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ആയാലും കൊടുത്തിട്ടുള്ളത്. ഇനി ചെസ്റ്റ് മെയിൽസിനാണെങ്കിൽ ചെസ്റ്റ് എക്സ്പാൻഷൻ കൂടി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അൺഎക്സ്പാൻഡഡ് ആയിട്ടുള്ള ചെസ്റ്റ് എന്ന് പറയുന്നത് 80 സെന്റിമീറ്ററും അതുപോലെ തന്നെ എക്സ്പാൻഡഡ് ആയിട്ടുള്ളത് 85 സെന്റിമീറ്റർ എക്സ്പാൻഷനുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഹൗ SSC GD സെലക്ഷൻ പ്രോസസ് വർക്ക്. എങ്ങനെയാണ് SSC GDയുടെ സെലക്ഷൻ പ്രോസസ്സ് നടപ്പിലാക്കുന്നത്? There are 4 stages. പ്രധാനമായും SSC GD എക്സാമിനേഷന് 4 ഘട്ടങ്ങളാണുള്ളത്. അതിൽ സ്റ്റേജ് 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 100 മാർക്കിന്റെ ടെസ്റ്റ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ സിലബസ് നോക്കുകയാണെങ്കിൽ ജനറൽ നോളജ്, റീസണിംഗ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ഓർ ഹിന്ദി തുടങ്ങി 4 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നിങ്ങൾ ഇവിടെ കവർ ചെയ്യേണ്ടത്. GKയിൽ നിന്ന് 20 ചോദ്യങ്ങളായിരിക്കും ലഭിക്കുന്നത്. 40 മാർക്കായിരിക്കും ടോട്ടൽ GK ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. റീസണിങ്ങിലും 20 ചോദ്യം 40 മാർക്ക്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലും 20 ചോദ്യം 40 മാർക്കിന്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അതിൽ നിന്നും നിങ്ങൾക്ക് 20 ചോദ്യം 40 മാർക്ക് എന്നിങ്ങനെയായിരിക്കും നിങ്ങളുടെ സ്കോറിങ് വരിക. അതോടൊപ്പം തന്നെ 1 മണിക്കൂറായിരിക്കും നമ്മുടെ ഈ ഒരു എക്സാമിനേഷൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നോ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാർക്സ് ആർ നോർമലൈസ്ഡ് അക്രോസ് ഷിഫ്റ്റ്. അപ്പോൾ ഷിഫ്റ്റ് അനുസരിച്ചായിരിക്കും മാർക്കുകൾ നോർമലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് 2 വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ കണ്ടക്ട് ചെയ്യുന്ന ഇവന്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റണ്ണിങ് ടെസ്റ്റ് ആണ് ആദ്യത്തെ ഇവന്റ്. പിന്നീട് വരുന്നത് ഹൈറ്റ്, ചെസ്റ്റ്, വെയിറ്റ് തുടങ്ങിയവ ചെക്ക് ചെയ്യുക. അതിനുശേഷമാണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ഈ പറയുന്ന
ഫിസിക്കൽ മെഷർമെന്റിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ടോ എന്ന് തീരുമാനിക്കും. തുടർന്ന് സ്റ്റേജ് 3യിലേക്ക് നിങ്ങൾക്ക് എൻട്രി ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ ഹൈറ്റ് മെഷർമെന്റ്, ചെസ്റ്റ് മെഷർമെന്റ്, വെയിറ്റ് അക്കോർഡിംഗ് ടു ഹൈറ്റ്, ഏജ് ചാർട്ട് അനുസരിച്ചുള്ള വെയിറ്റ്, ഹൈറ്റ് മെഷർമെന്റ് ഒക്കെ ഇവിടെയും നടത്തുന്നതായിരിക്കും. തുടർന്ന് 4ാമത്തെ ഘട്ടത്തിലേക്ക് എത്തിച്ചേരും. 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. ഇവിടെ നിങ്ങളുടെ ഐ ടെസ്റ്റ്, ഹിയറിംഗ്, ഫിസിക്കൽ ഹെൽത്ത്, ബ്ലഡ് ഓർ യൂറിൻ ടെസ്റ്റ്, ഓവറോൾ ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം മെഡിക്കൽ എക്സാമിനേഷൻ പാസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുന്നതായിരിക്കും. ഇപ്പൊ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റിന്റെ മാർക്കും അതോടൊപ്പം തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ക്ലിയർ ചെയ്തതിന്റെ ഓവറോൾ പെർസെൻറ്റേജ് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പ്രോസസ് ആണ് SSC GD എക്സാമിനേഷന് വരുന്നത്. SSC GD എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് BSFിലേക്കാണോ, CISFിലേക്കാണോ, CRPFിലേക്കാണോ ജോലി നേടാൻ ആഗ്രഹം? എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കാനായിട്ട് പോകുന്നത്? നോക്കിക്കേ, ആഫ്റ്റർ യു ക്ലിയർ ഓൾ സ്റ്റേജസ് ഫോഴ്സസ് ആർ അലോട്ടഡ് ബേസ്ഡ് ഓൺ. നിങ്ങൾ ഈ പറയുന്ന 5 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ, അതായത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. നിങ്ങളുടെ SSC GD മാർക്ക് മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ SSC GDക്ക് നിങ്ങൾക്ക് കിട്ടിയ ഓവറോൾ മാർക്ക് എടുക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ, ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രിഫറൻസ് ഓർഡർ മെൻഷൻ ചെയ്യാറുണ്ട്. അതിൽ ആദ്യം ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നത് BSF ആണോ അല്ലെങ്കിൽ CISF ആണോ CRPF ആണോ, നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ജോലി സാധ്യത കൂടുതലായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ വളരെ മികച്ച സ്കോർ ആയിരിക്കണം. അതായത് 85നൊക്കെ മുകളിലേക്ക് നിങ്ങൾക്ക് സ്കോർ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിഫറൻസും അതുപോലെ തന്നെ വേക്കൻസിയും നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണ് നിയമനം ലഭിക്കുക എന്ന് പറയാനായിട്ട് സാധിക്കൂ. അപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ടുള്ള ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് മാർക്ക് വളരെ കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് നിങ്ങൾ വെച്ചത് CISF പോസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ആ പോസ്റ്റ് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ ആ പറയുന്ന ഹൈ മാർക്ക് നിങ്ങൾക്കില്ല, ഒരു മീഡിയം ആവറേജ് മാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് പ്രിഫറൻസിലേക്ക് അല്ലെങ്കിൽ തേർഡ് പ്രിഫറൻസിലേക്ക് മാറി പോകുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് വേക്കൻസിയും നോക്കിയതിന് ശേഷം നിങ്ങളുടെ മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് BSFിലേക്ക് അല്ലെങ്കിൽ CISFിലേക്ക് അതല്ലെങ്കിൽ CRPFിലേക്ക് ജോലി നേടാനായിട്ട് സാധിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വളരെ ഹൈ മാർക്സ് ആവശ്യമാണ്. SSC GD എക്സാമിനേഷന്റെ സ്റ്റേജ് 1ൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസ്റ്റിലേക്ക് തന്നെ നിങ്ങൾക്ക് ജോലി നേടാനായിട്ട് സാധിക്കും. ജോയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന പോസ്റ്റിങ്ങിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ BSFിലേക്കാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിച്ചത് എന്നിരിക്കട്ടെ. അപ്പൊ BSF എന്ന് പറഞ്ഞാൽ എന്താണ്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ അല്ലെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലൊക്കെ ആയിരിക്കും ഡ്യൂട്ടി ലഭിക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഡെസേർട്ട് ഏരിയ, റിവറൈൻ ഏരിയ, ബോർഡർ, എയർ വിങ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങി ഒട്ടനവധി വിഭാഗങ്ങളും ഈ ഒരു പോസ്റ്റിന് അണ്ടറിൽ തന്നെ വരുന്നതാണ്. അപ്പൊ ഇതിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാനായിട്ട് സാധിക്കും. ഇനി CISFിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും? സെക്യൂരിറ്റി ഓഫ് എയർപോർട്ടുകളുടെ സെക്യൂരിറ്റി, അല്ലെങ്കിൽ മെട്രോസുകളുടെ സെക്യൂരിറ്റി, അതല്ലെങ്കിൽ PSUകളുടെ സെക്യൂരിറ്റി, അതായത് അതിൽ പെടുന്നതാണ് ONGC, ISRO, BHEL തുടങ്ങിയ പ്രധാനപ്പെട്ട മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒക്കെ സെക്യൂരിറ്റി ഒക്കെ നിങ്ങളുടെ ഡ്യൂട്ടീസിനകത്ത് വരുന്നതായിരിക്കും. പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് അർബൻ പോസ്റ്റിംഗ് ആയിരിക്കും. അപ്പം വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളതും ഒരു അർബൻ പോസ്റ്റിംഗും ആയിരിക്കും നിങ്ങൾക്ക് CISF വഴി ലഭിക്കാനായിട്ട് പോകുന്നത്. ഇനി CRPFിലേക്കാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിച്ചതെങ്കിൽ ഇന്റർനാഷണൽ സെക്യൂരിറ്റി, ഓപ്പറേഷൻ, VIP സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത്. ലാർജസ്റ്റ് പാരാമിലിറ്ററി ഫോഴ്സ് ആണ് CRPF എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സുകളിൽ ഒന്നാണ് CRPF. CRPFിലും നിങ്ങൾക്ക് ജോലി നേടാനായിട്ട് SSC GD വഴി അവസരം ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്സുകൾ കൂടി ഞാൻ ഷെയർ ചെയ്യാം. കീപ് മെറിറ്റ് ഹൈ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ ഏറ്റവും ഹൈ മാർക്സോടുകൂടി തന്നെ പാസ് ഔട്ട് ആവാനായിട്ട് ശ്രമിക്കുക.
നിങ്ങൾക്ക് 85 മാർക്കിന് മുകളിലേക്ക് അല്ലെങ്കിൽ 85 മുതൽ 85ലേക്ക് മുകളിലേക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ GK റീസണിംഗ് ഒക്കെ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അതുപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടുകൾ ചെയ്യുക, ഡെയിലി റണ്ണിങ് തുടങ്ങിയ എക്സസൈസുകൾ ചെയ്യുക. മേക്ക് പ്രിഫറൻസസ് കെയർഫുള്ളി. ഇനി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അവസരം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കുന്ന ഓർഡർ വളരെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹൈറ്റ്, ചെസ്റ്റ്, സ്റ്റാൻഡേർഡ് തുടങ്ങിയ മെഷർമെന്റ്സ് ഒക്കെ ഓക്കെ ആണോ എന്ന് കൂടി പരിശോധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ SSC GD ക്ലിയർ ചെയ്യാനായിട്ട് അത്യാവശ്യം വേണ്ടുന്ന ടിപ്സ് എന്ന് പറയുന്നത്. സോ SSC GD വഴി നിങ്ങൾക്ക് BSF, CISF, CRPF തുടങ്ങിയ ഒട്ടനവധി പോസ്റ്റുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് എത്താൻ സാധിക്കും എന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കായിട്ട് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ ആർമി റാലി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസുകൾ തുടങ്ങിയിരിക്കുകയാണ്. ഓൺലൈനായിട്ടും അതല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടും ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കായിട്ട് നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ആപ്പ് വഴി റെക്കോർഡഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും. വീക്ക്ലി 6 ഡേയ്സ് ക്ലാസ്സസ് ഉണ്ട്. ഓരോ ക്ലാസ്സിന് ശേഷവും ഡെയിലി പ്രാക്ടീസ് പേപ്പർ ലഭിക്കുന്നതായിരിക്കും. റിവിഷൻ, മോക്ക് ടെസ്റ്റ് തുടങ്ങി ഒട്ടനവധി ഫെസിലിറ്റീസും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക. നിങ്ങളുടെ സീറ്റുകൾ ഉടൻ തന്നെ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 പ്ലാറ്റ്ഫോംസ് ആണ് റൺ ചെയ്യിക്കുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ്. ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്നതാണ് ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ. രണ്ടാമത്തേത് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ. ഈ 2 ചാനലും ഉടൻ തന്നെ ഫോളോ ചെയ്യുക. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സുകൾ ഈ ഒരു ചാനൽ വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓഫീസ് നമ്പറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നെങ്കിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ സെഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.